നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ 24 ചാനലിലെ തമ്മിൽ എന്ന പ്രോഗ്രാമാണ്. ഉല്ലാസ് ബാബു എന്ന BJPയുടെ വക്താവ് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം കേരള പോലീസിനെ കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. ഓരോ മലയാളിയുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണിത്. മലയാളി എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴുണ്ടാകുന്ന അനുഭവം എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളായിക്കോട്ടെ, ഒരൊറ്റ നെഗറ്റീവ് പോലും ഇല്ലെന്നാണ്. 100% വസ്തുതാപരമായ കാര്യമാണ് അങ്ങ് പറഞ്ഞതെന്ന് അത് കണ്ട ഓരോ ആൾക്കാരും തുറന്നു തന്നെ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ പറയുന്നുണ്ട് പോലീസ് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ മുന്നിലിരിപ്പുണ്ട്. അവർ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് വളരെ വാസ്തവമാണ്. കേരള പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ ഉടൻ തന്നെ അവരുടെ ബന്ധുക്കളെ അറിയിക്കാനുള്ള അവസരം കൊടുക്കും. അതോടൊപ്പം തന്നെ വക്കീലിനെ അറിയിക്കാനുള്ള അവസരം കൊടുക്കും. ഇതെല്ലാം വളരെ സത്യമാണ്. എനിക്കും താങ്കൾക്കും, അതായത് ശ്രീകണ്ഠൻ നായരോട് നോക്കിയിട്ട് എനിക്കും താങ്കൾക്കും ഇത് അറിവുള്ള കാര്യം തന്നെയാണ്. വളരെ കൃത്യമാണ്. കേരള പോലീസ് വളരെ കൃത്യമായിട്ട് കാര്യം ചെയ്യുന്നു. വളരെ സർക്കാസ്റ്റിക്കായിട്ട് അവരവിടെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ചെയ്ത ചെയ്തികൾ ഓരോന്നായി ഉരിച്ചുരിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷം അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾക്ക് ആ പോലീസ് യൂണിഫോം ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രാജാക്കന്മാരായിട്ട് തോന്നും. മുന്നിൽ വരുന്ന ആൾക്കാരെ എടോ പോടോ വാടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുലഭ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മടിയുമില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്, എങ്ങനെയാണ് സാധാരണ ജനങ്ങളോട് പെരുമാറേണ്ടതെന്ന്. അതായത് ഈ നിങ്ങളുടെ സ്ട്രെങ്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം സാമാന്യ ജനതയോട് നിങ്ങളിങ്ങനെ സംസാരിക്കണം എന്നല്ല. പരാതി പറയാൻ വരുന്ന ആൾക്കാരോടും പീഡകരോടും കൊലപാതകികളോടും ഒരേ ഭാഷയിലാണ് നിങ്ങൾ പെരുമാറുന്നത്. അത് എത്ര കണ്ട് ശരിയാണ്? എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ പറ്റുക? ഇങ്ങനെ ഓരോന്നായിട്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ഉല്ലാസ് ബാബുവിൻ്റെ ചോദ്യം കേട്ടു നിന്ന ഓരോ പോലീസുകാരനും കൃത്യമായിട്ട് മനസ്സിലായി. പിന്നീട് അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട്, റിട്ടയർമെൻറ്റിന് 1 വർഷം മുന്നേയുള്ള പോലീസുകാരനെ പിന്നെ നമുക്ക് ഒരു ഉപയോഗത്തിനും കൊള്ളില്ല എന്ന്. അവർ ഒരു കാര്യത്തിലും ഇടപെടില്ല. അവർക്ക് പെൻഷൻ വേണം, മറ്റു കാര്യങ്ങളൊക്കെയും വേണം. ഈ രീതിയിലാണ് പോലീസിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇത് കൃത്യമായി പരിഷ്കരിക്കപ്പെട്ടില്ല എങ്കിൽ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണ്. അതായത് കേരള പോലീസ് എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത്, സാധാരണ ജനതയോട് പെരുമാറേണ്ടത്? പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ പോലീസ് സംവിധാനം? നേരത്തെ SI ആയിരുന്നു, പിന്നീട് ഇപ്പോൾ CIയുടെ നേതൃത്വത്തിൽ SHO എന്നാണ്. ഇവിടെ വട്ടിയൂർക്കാവിൽ തന്നെ എങ്ങനെയാണ് ഒരു SHO പെരുമാറിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നേരെ ചെന്ന് പിടിക്കേണ്ട ആളിനെ മുകളിൽ ആകാശത്തോട് വെടിവെച്ച് നാട്ടുകാരെയും പ്രശ്നത്തിലാക്കി വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഇടപെട്ട് എങ്ങനെയാണ് പോലീസിൻ്റെ സമീപനം. പോലീസ് സ്റ്റേഷനിൽ കയറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും ഒന്നും വലിയ പ്രശ്നമില്ല. ഇനി അവനെ മാധ്യമപ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോ ആയിട്ടോ അറിയിക്കാതെ ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അനുഭവമാണ്. ഞാൻ ഇങ്ങനെ അറിയിക്കാതെ പോയി ചെന്ന് കയറിയിട്ടുണ്ട്. അറിയിക്കാതെ പോയി കയറുമ്പോഴത്തേക്കും അവരുടെ വളരെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവമായിരിക്കും. പിന്നീട് നമ്മുടെ ഭാഷ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇംഗ്ലീഷിലേക്കോ മറ്റെന്തിലേക്കെങ്കിലും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയാൻ തുടങ്ങുമ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലാകും ഇയാൾ ആരാണ്, ഇങ്ങനെ ഇയാളോട് കളിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പിന്നീട് അവരുടെ സ്വഭാവം മാറുന്നത്. അതായത് അവിടെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫെയിലിയർ ആവുകയാണ്. തുല്യത അല്ലെങ്കിൽ തുല്യനീതി എന്ന നയത്തിന് തന്നെ പോലീസ് വ്യതിയാനം ഉണ്ടാക്കുകയാണ്. ഇത് ശരിയായ ഒരു രീതിയല്ല. ഇത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടണം, ഇത് പരിഷ്കരിക്കപ്പെടണം. നാളിതുവരെയായിട്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സ്ട്രെങ്ത് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധാരണ ജനങ്ങളോട് മെക്കിട്ട് കയറുന്നത് പലർക്കും ജനങ്ങൾക്ക് ഭയമാണ്. ആ പരിപാടിക്കിടെ തന്നെ പോലീസ് അസോസിയേഷൻ പോലീസുകാർ പറയുന്നുണ്ട്, കുട്ടികൾ ചോറുണ്ണാൻ പോകുമ്പോൾ പോലീസ് വരും പിടിക്കും എന്നൊക്കെ പറയുമെന്ന്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഉണ്ടാകുന്നത്? പോലീസിൻ്റെ സ്വഭാവം സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റുള്ള ജനങ്ങളെ ദ്രോഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ മെഷീനറിയാണ് പോലീസ് സംവിധാനം എന്നാണ്. അവിടെ ഒരു പരിഷ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് പോലീസ് തമ്മിലുള്ള അന്തരം കുറയുകയുള്ളൂ. രമേശ് ചെന്നിത്തല തൂഫാനുമായി മുന്നോട്ടിറങ്ങുന്നതിന് മുന്നേ ആ തൂഫാൻ ഒന്ന് പോലീസുകാരുടെ നെഞ്ചത്തേക്ക് തിരിച്ചു വയ്ക്കണം. ഇതിനകത്താണ് ഏറ്റവും അധികം ക്രിമിനലുകൾ എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ക്രിമിനലുകളെയാണ് ആദ്യം രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യേണ്ടത്. അത് ഒരു അനുഭവം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് മദ്യപിച്ചുകൊണ്ട് ഈ തൂഫാൻ്റെ ആൾക്കാർ നേരെ ചെന്ന് ഓട്ടോക്കാരിയുടെ നെഞ്ചത്തോട്ട് കയറുന്നത്. ഇത് നമ്മുടെ മുന്നിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അനുഭവമാണ്. കേരള പോലീസിനകത്ത് പോലും ഇത്തരത്തിലുള്ള ലഹരിയുടെ കാരിയേഴ്സുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ പരിഷ്കരിക്കണം. അവർ കൂടുതൽ സിവിക് സെൻസുള്ള ആൾക്കാരായി മാറണം, പൗരബോധമുള്ള ആൾക്കാരായി മാറണം. കാരണം സാധാരണ ജനത അഭയം പ്രാപിക്കുവാനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അവർ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടരുത്, അതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടരുത്. പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും എല്ലാ സർക്കാർ ഓഫീസുകളിലേക്കും കടന്നു ചെല്ലുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പോലീസ് സംവിധാനമാണ്.